നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങൾ, അനർത്ഥങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ പ്രവേശിക്കാതെ വണ്ണം അവയെ തടഞ്ഞു നിർത്തുന്ന ഹിൻഡറിങ് ഗോഡ് എന്ന വിഷയത്തിൽ നിന്നും അല്പസമയം ദൈവവചനം സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. കോതമ്പ് പോലെ പാറ്റിക്കളയേണ്ടതിന് ശത്രുവായവൻ കർത്താവിനോട് അനുവാദം ചോദിച്ചു. പക്ഷേ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് കർത്താവ് അതിനെ സമ്മതിച്ചില്ല. കർത്താവ് പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ച് തുടങ്ങുകയാണ്. ഇയ്യോബിനോട് സ്വർഗത്തിലെ ദൈവം ഇങ്ങനെയാണ് പറയുന്നത്: സകലവും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, പക്ഷെ ദുഷ്ടപിശാചേ, നീ ഇയ്യോബിന്റെ പ്രാണനെ മാത്രം തൊടരുത്. തുടർന്നുള്ള ചിന്താവിഷയങ്ങൾ ഇതാണ്. സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തടയുന്ന 7 കാര്യങ്ങളെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവം തടയുന്ന കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ഒന്നാമത്തെ ചിന്ത, പാപം ചെയ്യാതിരിപ്പാൻ നമ്മെ തടയുന്ന ഒരു ദൈവമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ അബിമേലെക്കിന്റെ കൊട്ടാരത്തിൽ അബ്രഹാമും സാറയും പോകേണ്ടി വരികയാണ്. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് അബിമേലെക്ക് അബ്രഹാമിനോട് ചോദിക്കുകയാണ്, നിന്നോട് കൂടെയുള്ള ഈ സുന്ദരിയായ യുവതി ആരാണ്? അബ്രഹാം ഒരു കള്ളത്തരം പറഞ്ഞു, ഇതെന്റെ പെങ്ങളാണ്, ഭാര്യയാണെന്ന് മറച്ചു വെക്കുകയാണ്. അബിമേലെക്ക് പരിഗ്രഹിക്കേണ്ടതിന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവം രാത്രി ദർശനത്തിൽ അബിമേലെക്ക് എന്ന രാജാവിന്റെ അടുക്കൽ ചെന്ന് ഇങ്ങനെ പറയുകയാണ്: അവൾ അബ്രഹാമിന്റെ ഭാര്യയാണ്, നീ അവളെ തൊടുന്നുവെങ്കിൽ, നീ അവളെ പരിഗ്രഹിക്കുന്നുവെങ്കിൽ നിന്നെയും നിന്റെ സകലത്തെയും ഞാൻ കൊല്ലുവാനിടയായിത്തീരും, നീ മരിക്കേണ്ടി വരുവാനിടയായിത്തീരും. അതുകൊണ്ട് നീ അവളെ ഉപദ്രവിക്കരുത് എന്ന് പറയുകയാണ്. സ്വർഗത്തിലെ ദൈവം പാപം ചെയ്യാതിരിക്കേണ്ടതിന് ആമേൻ അബിമേലെക്കിനെ തടയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, എന്നെ കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, എത്രയോ വട്ടം നാം പാപത്തിൽ അകപ്പെട്ടു പോകാതെ, നാം പാപം ചെയ്യുവാൻ പിശാച് പ്രേരണകൾ കൊണ്ടുവന്നിട്ടും അതിന് അവസരങ്ങൾ കൊണ്ടുവന്നിട്ടും നമ്മെ അതിൽ നിന്നും വിടുവിച്ചത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. രണ്ടാമത്തെ ചിന്ത 2 ശമൂവേൽ 25-ാം അധ്യായം 26-29 വാക്യത്തിലാണ്. പ്രതികാരം ചെയ്യാതിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ദാവീദിനെ തടയുകയാണ്. എന്താണ് കാരണമെന്ന് പറയുന്നത്? നാബാല് എന്ന് പറയുന്ന മനുഷ്യൻ, ആമേൻ, ദാവീദ് മരുഭൂമിയിൽ പാർക്കുന്ന കാലമൊക്കെയും രാവും പകലും നാബാലിനും അവൻ്റെയുള്ള ആളുകൾക്കും അവൻ്റെയുള്ള ആടുമാടുകൾക്കും സമ്പത്തിനും ഒരു മതിൽ പോലെ ആയിരുന്നു എന്ന് ഭൃത്യന്മാർ പറഞ്ഞത് അബീഗയിൽ കേട്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെയിരിക്കെ ദാവീദ് തൻ്റെ ജീവിതത്തിൽ ചില കഷ്ടതകൾ കടന്നു വന്നപ്പോൾ നാബാലിനോട് ഒരു സഹായം അഭ്യർത്ഥിച്ചപ്പോൾ നാബാൽ പരിഹസിച്ച് മടക്കി അയക്കുകയാണ്. കോപക്രാന്തനായ ദാവീദ് വാൾ വലിച്ചൂരി ആയുധധാരികളായ പ്രിയപ്പെട്ടവരുമായി നാബാലിനെ കൊല്ലുവാൻ കടന്നുപോയപ്പോൾ അബീഗയിൽ ഭക്ഷണ സാധനങ്ങളും വീഞ്ഞും മറ്റ് എല്ലാമായിട്ട് എതിരേറ്റ് ചെന്ന് ഇങ്ങനെ പറയുകയാണ്: അവിടുന്ന് അവിവേകം പ്രവർത്തിക്കരുത്. അവൻ്റെ ഹൃദയം കല്ലിച്ചു പോയതാണ്, ഫറവോനെ പോലെ ഹൃദയം കഠിനപ്പെട്ടു പോയതാണ്. സ്വർഗത്തിലെ ദൈവം ആമേൻ തന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ദാവീദിനെ ധൈര്യപ്പെടുത്തുകയാണ് സുന്ദരിയും വിവേകമതിയുമായ അബീഗയിൽ. പ്രതികാരം ചെയ്യാതിരിപ്പാൻ, ഒരു ദുഷ്ടകാര്യം ചെയ്യാതിരിപ്പാൻ, രക്തം ചൊരിയിക്കാതിരിക്കാൻ വേണ്ടി അബീഗയിലൂടെ സ്വർഗത്തിലെ ദൈവം ദാവീദിനെ പിന്തിരിപ്പിക്കുന്നതായി, തടയുന്നതായി നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. തുടർന്ന് ദൈവവചനം നാം പഠിക്കുമ്പോൾ 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഉരിയാട കഴുത പ്രവാചകന്റെ ബുദ്ധിഭ്രമം തടുത്തുവല്ലോ. ബിലെയാം എന്ന പ്രവാചകൻ ബാലാക്കിന്റെ പണവും മേടിച്ച് കൂലിയും മേടിച്ച് ദൈവജനത്തെ ശപിക്കാൻ പുറപ്പെടുകയാണ്. ആ യാത്ര ദൈവത്തിന് അനിഷ്ടമായി. പല പ്രാവശ്യം പറഞ്ഞു നോക്കിയതാണ്, നീ പോകരുതെന്ന് പറഞ്ഞു. എന്നാൽ ദൈവത്തോട് നിർബന്ധിച്ച് ശാഠ്യം കാണിച്ച പിടിവാശിയോടെ താൻ മുൻപോട്ട് കടന്നു പോകുകയാണ്. എന്നാൽ ദൈവം എന്താണ് ചെയ്യുന്നത്? കഴുതയുടെ നാവിനെ തുറന്നു, കഴുതയുടെ കണ്ണിനെ തുറന്നു. കഴുത കാണുകയാണ് മുമ്പിൽ വെട്ടുവാൻ ഒരു ദൂതൻ ഊരിപ്പിടിച്ച വാളുമായി ഓങ്ങി നിൽക്കുന്ന കാഴ്ച കഴുത കാണുകയാണ്. കഴുത മുൻപോട്ട് പോകുവാൻ കഴിയാതെ അവിടെ സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ നിൽക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ തൻ്റെ കയ്യിലുള്ള ചാട്ടവാർ കൊണ്ട് കഴുതയെ അടിക്കുകയാണ്. കഴുതയുടെ നാവ് തുറന്ന് ഇങ്ങനെ പറയുകയാണ്: പ്രവാചകനെ മുൻപിൽ ദൂതൻ നിൽപ്പുണ്ട്, ഒരു ചോട് കൂടെ മുൻപോട്ട് വെച്ചാൽ അങ്ങയെ വെട്ടി 2 കഷണമാക്കി ദൂതൻ താഴെയിടും. ആ ദൈവഭൃത്യനെ ആ അപകടത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ ദൂതനിലൂടെ സ്വർഗത്തിലെ ദൈവം മുന്നറിയിപ്പ് കൊടുത്ത് തടയുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ 4-ാമത്തെ ചിന്തയാണ്, ദോഷം ചെയ്യാതിരിപ്പാൻ തടയുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും. ആരാണ്? അമ്മായിയപ്പനായ ലാബാൻ അവൻ്റെ വീട് വിട്ടു പോരുന്ന യാക്കോബിനെ പിന്തുടരുകയാണ്. സ്തോത്രം. ആമേൻ. ഇസ്രായേൽ മക്കളെ മിസ്രൈമ്യർ പിന്തുടർന്നതുപോലെ യാക്കോബിനെ ലാബാൻ പിന്തുടരുകയാണ്. പോകുവാൻ സമ്മതിക്കുകയില്ല, നിന്നെ വിട്ടു പോകുവാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലാബാൻ പിന്തുടരുകയാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഒരു മലഞ്ചെരിവിൽ
കിടന്നുറങ്ങുന്ന യാക്കോബിനെ കൊന്നൊടുക്കേണ്ടതിന് വേണ്ടി ലാബാൻ തൻ്റെ ആളുകളുമായി കടന്നു വരുമ്പോൾ അന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ലാബാൻ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറയുകയാണ്, ആ കിടക്കുന്നത് എൻ്റെ മുതലാണ്, അവിടെ വിശ്രമിക്കുന്നത് എൻ്റെ പൈതലാണ്, എന്നോട് ഉടമ്പടി ചെയ്ത് എന്നോട് നേർച്ച നേർന്ന് ഗോത്രപിതാക്കന്മാരുടെ പിതാവാകുവാനുള്ള യാക്കോബാണ് കിടക്കുന്നത്, അവനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ നീ സൂക്ഷിച്ചു കൊള്ളുക എന്ന് ഒരു വാണിംഗ് കൊടുത്ത് ഭീഷണിപ്പെടുത്തി സ്വർഗത്തിലെ ദൈവം അവനെ മടക്കി അയക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മോട് എത്രയോ വട്ടം ദോഷം ചെയ്യുവാൻ മനുഷ്യർ ചിന്തിച്ചിട്ടുണ്ട്. എന്നോട് ഒരിക്കലും ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, 3 മാസം നിന്നെ മുറ്റിക്കത്തില്ലെന്ന്. പക്ഷെ ആ സമയത്ത് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞൊരു പദമുണ്ട്, സങ്കീർത്തനം വായിക്കാനും പാട്ടുപാടാനും വരണമേ എന്ന്. എന്തിനാണ് ആമേൻ മരണസമയത്ത് സങ്കീർത്തനം വായിക്കുന്നത് പോലെ പാട്ടുപാടുന്നത് പോലെ നമ്മോട് പ്രതികാരം ചെയ്യുവാൻ, നമുക്ക് ദോഷം ചെയ്യുവാൻ എത്രയോ വട്ടം ദുഷ്ടപിശാചുക്കൾ ചില മനുഷ്യർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ തടഞ്ഞതുകൊണ്ട്, ദൈവം അതിനെ തടയിട്ടതുകൊണ്ട് ഇന്നും ആയുസ്സോടെ ആരോഗ്യത്തോടെ നിൽക്കുകയാണ്. ഉറക്കത്തിൽ യാക്കോബിനെ തകർത്ത് കളയുവാൻ ശത്രു ശ്രമിച്ചതുപോലെ, പത്രോസിനെ പാറ്റിക്കളയുവാൻ ശത്രു ശ്രമിച്ചതുപോലെ, ഇയ്യോബിനെ നശിപ്പിച്ച് കളയുവാൻ ശത്രു ശ്രമിച്ചതുപോലെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളെ തകർത്ത് കളയുവാൻ ശത്രുവായവൻ ശ്രമിച്ചപ്പോൾ ഈ 2023 ഡിസംബർ മാസത്തിലും ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം സംഗതി ഒരുക്കിയത് നിന്നോട് ദോഷം ചെയ്യാതിരിപ്പാൻ ശത്രുവിനെ ദൈവം തടഞ്ഞതുകൊണ്ടത്രേ എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഉറക്കത്തിൽ ഹാർട്ട് അറ്റാക്ക് വരുത്തുവാൻ, കാർഡിയാക് അറസ്റ്റ് വരുത്തുവാൻ, സ്ട്രോക്ക് വരുത്തുവാൻ ശത്രുവായവൻ ശ്രമിച്ചപ്പോൾ സ്വർഗത്തിൽ ദൈവം തടഞ്ഞതുകൊണ്ടത്രേ നാം ഇന്നും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, ജീവനുള്ളവരുടെ ദേശത്ത് ആയുസ്സോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നതെന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് മറന്നു പോകരുത്. 5ാമത്തെ ചിന്ത മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിലാണ്. യോസഫ് നീതിമാനാകൊണ്ട് മറിയയ്ക്ക് ലോകാപവാദം വരുത്താൻ തനിക്ക് ഉദ്ദേശമില്ലാത്തത് കൊണ്ട് അവൻ മറിയയെ താൻ ഗൂഢമായി ഉപേക്ഷിക്കാൻ പ്ലാൻ ചെയ്തു. എന്താണ് സംഭവം? പരിശുദ്ധാത്മാവിനാൽ അത്യുന്നതന്റെ ശക്തിയാൽ മറിയ ഗർഭിണിയാകുകയാണ്. വിവാഹം നിശ്ചയിച്ചിട്ടേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടില്ല. ആമേൻ. യോസഫ് എന്ന മനുഷ്യൻ താൻ നീതിമാനാകൊണ്ട് ഇത് വിശ്വസിപ്പാൻ കഴിയാതെ, ഇത് അംഗീകരിപ്പാൻ കഴിയാതെ, ആമേൻ, താൻ ആ വിവാഹ ബന്ധത്തിൽ നിന്നും സ്വകാര്യമായി ആരും അറിയാതെ ഗൂഢമായി പിന്മാറി തന്നെ ലോകാപവാദം വരുത്തുവാൻ തനിക്ക് മനസ്സില്ലാത്തത് കൊണ്ട് താൻ ഉപേക്ഷിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവം ഇങ്ങനെ പറയുകയാണ്, ഉറക്കത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട്, യോസഫേ, നീ മറിയയെ സംശയിക്കേണ്ട കാര്യമില്ല, അവളെ ഗൂഢമായി ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്ന വിശുദ്ധ പ്രജ അത് പരിശുദ്ധാത്മാവിലാണ്, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞ് അവൻ ഉപേക്ഷിക്കുന്നതിൽ നിന്നും തടയുവാൻ പ്ലാൻ ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവർ എന്നെ വിളിച്ചു പറയാറുണ്ട്, ഡൈവോഴ്സിന് കൊടുത്തിരിക്കുന്നു, കോർട്ടിലാണ്, അവൻ മദ്യപാനം കൊണ്ട്, മയക്കുമരുന്ന് അടിമകളായിരുന്നു, ഉപദ്രവം കൊണ്ട് ജീവിതത്തിൽ തകർന്ന് പരാജയത്തിൻ്റെ പടുകുഴിയിലായിരിക്കുകയാണ്. ഡൈവോഴ്സ് ഒഴിവാകുവാൻ ദൈവദാസൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നെത്രയോ മാതാപിതാക്കൾ വിളിച്ചു പറയാറുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ അവൻ ഉപേക്ഷിക്കുന്നതിൽ നിന്ന്, വിവാഹമോചനത്തിൽ നിന്ന്, ഡൈവോഴ്സ് കേസുകളിൽ നിന്ന് വിടുവിച്ച കുടുംബമായി സമാധാനത്തോടെ സന്തോഷത്തോടെ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ അനേക കുടുംബങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യോസഫിനെ മറിയയെ ഉപേക്ഷിക്കുന്നതിൽ നിന്ന് വിടുവിച്ചെടുത്തത് ദൈവത്തിൻ്റെ ദൂതനായിരുന്നു. ദൈവത്തിൻ്റെ ദൂതനിലൂടെ സംസാരിച്ചത് സ്വർഗത്തിലെ ദൈവമായിരുന്നു ആ സ്വപ്നത്തിൽ ഇടപെട്ടത്. 6ാമതായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് തടയുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 6-ാം വാക്യം 7-ാം വാക്യം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്, ആസിയയിലേക്ക് പോകുവാൻ ശ്രമിക്കുകയാണ്, പക്ഷെ പരിശുദ്ധാത്മാവ് സമ്മതിച്ചില്ല. അവൻ ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അതിനെ തടയുകയാണ്, അതിനെ വിലക്കുകയാണ്, അതിനെ സമ്മതിക്കാതിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവഹിതമില്ലാത്ത സമയത്ത്, ദൈവഹിതമില്ലാത്ത സ്ഥലത്ത് നാം ചില കുടുക്കുകളിൽ, കെണികളിൽ പെടാതിരിക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവം നമ്മെ തടയുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷെ സ്വർഗത്തിലെ ദൈവം ചില സ്ഥലങ്ങളിലേക്കുള്ള യാത്രകളെ തടയുക മാത്രമല്ല, നേരായ പാതകളിലൂടെ നടക്കുകയാണ്. അവൻ പൗലോസ് അന്ന് രാത്രി ഒരു ദർശനം കാണുകയാണ്. ഒരു മക്കദോനിക്കാരൻ നിന്ന് പറയുകയാണ്, വന്നു സഹായിക്കുക എന്ന് നിലവിളിക്കുന്ന ഒരു ദർശനം താൻ കാണുകയാണ്. അതത്ര കാരാഗ്രഹ പ്രമാണിയും കുടുംബവും സ്നാനപ്പെട്ട് ഫിലിപ്പിയിൽ ഒരു മാനസാന്തരവും ഒരു സഭയും ഒരു ലേഖനങ്ങളും ഒക്കെ അവിടെ വെളിപ്പെടുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം ചില കാര്യങ്ങൾ നമുക്ക് തടഞ്ഞു എന്ന് വന്നേക്കാം, നമുക്ക് സമ്മതിച്ചില്ല എന്ന് വന്നേക്കാം, ചില കാര്യങ്ങൾ വിലക്കിയെന്ന് വന്നേക്കാം. അത് നന്മയ്ക്കാണ്. പിന്നത്തതിൽ അത് അനുഗ്രഹമാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു വഴി ദൈവം അടച്ചാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ, യോഗ്യമായ, മാന്യമായ ഒരു വഴി ദൈവം തുറന്നു തരുമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്.
ദൈവം തടയുന്ന ഏഴാമത്തെ കാര്യം പുറപ്പാട് പുസ്തകം 1-17 കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിൽ നിന്നും സൂതകർമ്മിണിമാരെ സ്വർഗത്തിലെ ദൈവം തടയുകയാണ്. 20 അവർ ആൺകുഞ്ഞുങ്ങളെ കൊല്ലാതെ രക്ഷിച്ചതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം അവർക്ക് നന്മ ചെയ്യുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. അനേക കുഞ്ഞുങ്ങളെ ഞെക്കിക്കൊല്ലണം അല്ലെങ്കിൽ മുക്കിക്കൊല്ലണമെന്ന് ഫറവോയുടെ കഠിനമായ നിയമം നിലവിലിരിക്കെ ആ ഫറവോന്റെ ഭീഷണിയെ പേടിക്കാതെ ആ സ്ത്രീകൾ ആൺകുഞ്ഞുങ്ങളെയൊക്കെ രക്ഷിക്കുകയാണ്. ആമേൻ. അതുകൊണ്ട് ദൈവം അവർക്ക് നന്മ ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളോട് ഞാൻ ഇന്ന് ഒരു കാര്യം വിളിച്ചു പറയുവാൻ താല്പര്യപ്പെടുന്നു. ശിശുഹത്യകൾ, ശിശു മരണങ്ങൾ, കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് വർദ്ധിക്കുന്നത് കാണുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഒരു വീണ്ടെടുപ്പുകാരൻ വരുവാൻ സമയമായി. പുറപ്പാട് പുസ്തകത്തിൽ കൊച്ചു കുഞ്ഞുങ്ങളെ, ആൺകുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയപ്പോൾ ഒരു മോശ രംഗപ്രവേശനം ചെയ്യുകയാണ്. പുതിയ നിയമത്തിൽ കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നപ്പോൾ ഒരു യേശു രംഗപ്രവേശനം ചെയ്യുകയാണ്. ആമേൻ. ഇന്നും 21-ാം നൂറ്റാണ്ടിലും അനേക കുഞ്ഞുങ്ങളെ അബോർഷൻ ചെയ്ത് കുഞ്ഞുങ്ങളെ കൊല്ലുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, വീണ്ടെടുപ്പുകാരൻ്റെ മടങ്ങി വരവിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് അതെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ആമേൻ തടയുന്ന ദൈവമാണ്. പാപം ചെയ്യാതിരിപ്പാൻ ദൈവം തടയുന്നു, ബുദ്ധിഭ്രമം ദൈവം തടയുന്നു, മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യാതിരിപ്പാൻ ദൈവം നമ്മെ തടയുന്നു. ആമേൻ. യാക്കോബിനോട് ദോഷം ചെയ്യാതിരിപ്പാൻ ലാബാനെ ദൈവം തടഞ്ഞതുപോലെ, മറിയെ ഗൂഢമായി ഉപേക്ഷിപ്പാതിരിപ്പാൻ യോസഫിനെ ദൈവം തടഞ്ഞതുപോലെ, പരിശുദ്ധാത്മാവ് ചില സ്ഥലങ്ങളിൽ പോകുന്നതിന് തടഞ്ഞതുപോലെ, ഒടുവിലായി കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിൽ നിന്ന് തടഞ്ഞതുപോലെ, നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുവാൻ സാധ്യതയുള്ള, നിങ്ങളുടെ ജീവിതത്തിൽ അവൻ ശത്രു പ്രവർത്തിപ്പാൻ ഇടയുള്ള എല്ലാ പഴുതുകളും സ്വർഗത്തിലും അടയ്ക്കുന്നു, തടയുന്നു. അവൻ ദോഷമായി ഒന്നും ചെയ്യുന്നില്ല, തിന്മയ്ക്കായി ഒന്നും ചെയ്യുന്നില്ല, എല്ലാം നന്മയ്ക്കായി മാത്രം ചെയ്യുന്ന ദൈവമാണ്. ചിലതിനെ തടയപ്പെട്ടത്, ചിലത് അടയപ്പെട്ടത്, ചിലത് നിന്റെ മുമ്പിൽ കരം വലിച്ചത് ഓർത്ത് നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും ദൈവം നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവമാണ്. ഒടുവിലായി ഞാൻ പറഞ്ഞു നിർത്തട്ടെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് പോലുമില്ലാത്ത രീതിയിൽ തടയപ്പെട്ടതിനെ ഓർത്ത് ഭാരപ്പെടേണ്ട. ദൈവം തുറക്കപ്പെട്ട നന്മകൾക്കായി നിങ്ങൾ സ്തോത്രം ചെയ്ത് ആരാധിച്ച് തുടങ്ങിയാട്ടെ. അത് ദൈവത്തിന് തുറക്കപ്പെട്ട അനുഗ്രഹങ്ങൾ, നന്മകൾ കാണുവാൻ പോകുകയാണ്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് സഹായിക്കണമേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിൽ അവൻ വന്നു ഭവിക്കാൻ ഇടയുള്ള എല്ലാ തിന്മകളുടെ ശക്തികളെയും കർത്താവേ അവിടുന്ന് ആമേൻ ഹിൻഡറിങ് ഗോഡായി, തടയുന്ന ദൈവമായി കൂടെ ഇരുന്ന് ആമേൻ സ്തോത്രം തടയുകയും മാത്രമല്ല അവർക്ക് ആവശ്യമുള്ള നന്മകൾ, വഴികൾ, അനുഗ്രഹങ്ങൾ അവിടുന്ന് തുറന്നു കൊടുക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഞാൻ കർത്താവ് തന്ന അധികാരം ഉപയോഗിച്ച് അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്നതിനായും സ്തോത്രം. യേശുക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. വചനം കേട്ട എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്രകാരം ചെയ്യുവാനും ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. നാളെ ഒരു പുതിയ സന്ദേശവുമായി കാണുന്നതുവരെയും കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.